കടക്കാൻ പോകുന്ന സമയത്തിൽ ഒരു തെറ്റ് ചെയ്ത് കടന്നാലുള്ള ശിക്ഷ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. കടന്നുറങ്ങാൻ പോകുന്ന സമയത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടാണ് കടന്നുറങ്ങുന്നതെങ്കിൽ നേരം വെളുക്കുന്നത് വരെ ആ തെറ്റിൽ സ്ഥിരമായതിന്റെ കുറ്റം അവന് ലഭിക്കുമെന്ന് ചില മഹാന്മാർ. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. അതിനാണ് ഇബ്ലീസ് ഈ പണിയെടുക്കുന്നത്. ഈ ഹദീസ് ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഖാല ഇദാ അബാ അഹദുകും ഇലാ ഫിറാശിഹി. ഒരു മനുഷ്യൻ അവനവന്റെ കിടക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, കിടക്കപ്പായിലേക്ക്, കിടക്കവിരിയിലേക്ക്, കട്ടിലിന്റെ മുകളിലേക്ക്, കിടക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതിലേക്ക് ഇങ്ങനെ അടുത്ത് വന്നാൽ, അത് കിടക്കാൻ വേണ്ടി ഒരുങ്ങി റെഡിയായി നല്ല വുളുവൊക്കെ എടുത്ത് പല്ലൊക്കെ തേച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കപ്പായിലേക്ക് നിങ്ങൾ അടുത്ത് കഴിഞ്ഞാൽ ഇബ്തദറഹു മലകുൻ വശൈത്താൻ. അതായത് കിടക്കപ്പായിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്തിൽ നബി തങ്ങൾ പറയുകയാണ്, ഇബ്തദറഹു മലകുൻ വശൈത്താൻ. അവൻ കിടക്കപ്പായിലേക്ക് ഇങ്ങനെ വരുമ്പോ ഒരു മലക്കും ഒരു ശൈത്താനും അവന്റെ അരികിലേക്ക് ഓടി വരുന്നതാണ്. ഒരു മലക്കും വരും, ഒരു ശൈത്താനും വരും. അള്ളാഹുവിന്റെ ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, കിടക്കപ്പായിലേക്ക്, കിടക്കയിലേക്ക്, കട്ടിലിന്റെ മുകളിലേക്ക്, വിരിയിലേക്ക് നിങ്ങൾ അടുക്കുമ്പോൾ രണ്ടാളുകൾ നിങ്ങളുടെ അരികിലേക്ക് ഓടി വരും. ആരൊക്കെയാണ്? ഒന്ന് ഒരു മലക്കും, രണ്ട് ശൈത്താനും. എന്നിട്ട് നോക്കണേ, യഖൂലു ശൈത്താൻ, ശൈത്താൻ പറയുന്നതാണ്, ഇഖ്തിം ബിശർരി. ഉറങ്ങാൻ പോവല്ലേ നീ, എന്തെങ്കിലും ഒരു തിന്മ ചെയ്ത് കിടക്കണേ, തിന്മ ചെയ്ത് കിടക്കണേ, പ്ലീസ് തിന്മ ചെയ്ത് കിടക്കണേ എന്നിങ്ങനെ ഇവൻ പറയും. യഖൂലു ശൈത്താനു ഇഖ്തിം ബിശർരിൻ. എന്തെങ്കിലും ഒരു തിന്മ ചെയ്ത് കിടക്കണേ, എന്തെങ്കിലും തിന്മ ചെയ്ത് കിടക്കണേ, എന്തെങ്കിലും തിന്മ ചെയ്ത് കിടക്കണേ. എന്റെ ചങ്ങായിയല്ലേ, എന്റെ ഫ്രണ്ട്സിൽ കൂട്ടുകാരനല്ലേ, ഞാൻ എത്ര ഇടപെട്ടിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ വയ്യേക്ക് കൊടുക്കും. അപ്പയാണ് മൊബൈൽ ഫോൺ എടുക്കണമെന്ന് തോന്നുന്നത്, അപ്പയാണ് തന്റെ ലവറിന് ഒരു മെസ്സേജ് അയക്കണമെന്ന് തോന്നുന്നത്. അങ്ങനെയാണ് മോശത്തരങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ആഗ്രഹം വരുന്നത്. മനസ്സിലായില്ലേ? അതിന്റെ ശിക്ഷയൊക്കെ ഞാൻ പറഞ്ഞുതരാം. കടക്കാൻ പോകുന്ന സമയത്തിൽ ഒരു തെറ്റ് ചെയ്ത് കടന്നാലുള്ള ശിക്ഷ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. കടന്നുറങ്ങാൻ പോകുന്ന സമയത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടാണ് കടന്നുറങ്ങുന്നതെങ്കിൽ നേരം വെളുക്കുന്നത് വരെ ആ തെറ്റിൽ സ്ഥിരമായതിന്റെ കുറ്റം അവന് ലഭിക്കുമെന്ന് ചില മഹാന്മാർ. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. അതിനാണ് ഇബ്ലീസ് ഈ പണിയെടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇഖ്തിം ബിശർരി. എന്തെങ്കിലും ഒരു ഷർറ് കൊണ്ട് അവസാനിപ്പിക്കണേ, എന്തെങ്കിലും തെറ്റ് ചെയ്യണേ, തെറ്റിയാതെ കടക്കരുതെന്ന് ഈ ശൈത്താൻ ഇങ്ങനെ പറയുന്ന. വയഖൂലുൽ മലകു. അപ്പോൾ മലക്ക് ഇപ്പുറത്ത് വരും. ഇപ്പുറത്ത് വന്നിട്ട് മലക്ക് പറയും, ഇഖ്തിം ബിഖൈർ. ആ ശൈത്താന്റെ വലയിൽ നീ പെടണ്ട കേട്ടോ, ഒരു നന്മ ചെയ്തിട്ട് നീ കടക്കണേ, ഒരു നന്മ ചെയ്തിട്ട് നീ കടക്കണേ, ഒരു നന്മ ചെയ്തിട്ട് നീ കടക്കണേ എന്ന് പറയുമ്പോൾ